അമ്പലത്തിലെ ഒരു മോര് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മത്തങ്ങ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങ ചിരവിയത് 2-3 പച്ചമുളക്, കുറച്ച് ജീരകം, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അരയ്ക്കണം. പിന്നെ എന്നിട്ട് ഈ മത്തൻ്റെ കഷ്ണം ഒരു പാനിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഈ കഷ്ണങ്ങൾ വേവണം. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം വെള്ളമൊക്കെ കുറച്ച് വറ്റി തുടങ്ങും. ആ സമയത്ത് വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന സമയത്ത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇപ്പം നല്ല വെന്ത ഇതാണ്. അതിലേക്ക് ഒരു ഗ്ലാസ് മോര് ഒഴിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് മോര് ഒഴിക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ കുറച്ച് തള വരും. അപ്പോൾ നല്ല ചൂടായിട്ട് തള വരും. ആ സമയത്ത് ഈ തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരയണം. അത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാവുക. തേങ്ങ നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ ആയിരിക്കും ഇത് മോര് കറി റെഡി ആയിരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള മോര് കറിയാണ്. അത്യാവശ്യം പുളിയുള്ള മോരാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ കടുക്, മുളക്, ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് അത് വറുത്തിട്ടിട്ട് അതിലേക്ക് ഒഴിക്കുക. അപ്പം നല്ല മോര് കറി റെഡി ആയിരിക്കുന്നു. കറി ലീവ്സ്, അതായത് കറിവേപ്പിലയോ ആവശ്യത്തിന് അതിലേക്ക് ഇടുക. നല്ല ടേസ്റ്റുള്ള മോര് കറിയാണ്. അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവാൻ പാടില്ല. അമ്പലത്തിലൊക്കെ സാധാരണ എരിവില്ലാത്തതാണ് ഉപയോഗിക്കാറ്.